ബിഗ് ബോസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് അലറി വിളിച്ചു മാത്രം ശ്രദ്ധ നേടിയ ഒരാളാണ് റോബിൻ രാധാകൃഷ്ണൻ. ഇക്കഴിഞ്ഞ മാർച്ച് 1 അദ്ദേഹം BJP സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിലെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന സൂചന നൽകുന്ന വാർത്ത നേരത്തെ ഇദ്ദേഹം സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു. റോബിനെ പിന്തുണച്ച് RSS തിരുവനന്തപുരം എന്ന പേജും രംഗത്ത് വന്നതോടെയായിരുന്നു BJP പ്രവേശനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ശക്തമായത്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, പിന്തുണക്കണം എന്നതെല്ലാം വ്യക്തിപരമായ കാര്യമാണ്. റോബിൻ രാധാകൃഷ്ണൻ സംഖ്യയാണ്. BJPയെയും നരേന്ദ്രമോദിയെയും എനിക്ക് ഇഷ്ടമാണ്. ലോകത്തിലെ ശക്തരായ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം എനിക്ക് പ്രചോദനമാണ്. ഞാനൊരു സംഖ്യയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. ഇതായിരുന്നു റോബിന്റെ നേരത്തെയുള്ള പ്രതികരണം. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെതിരായ ആരോപണങ്ങൾ തുടരുകയാണ് വേദലക്ഷ്മി. നിയമസഭാ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബിൻ കേവലം സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ പാർട്ടിയിലേക്ക് എത്തിയതെന്ന ആരോപണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വേദലക്ഷ്മി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ സാമൂഹിക മാധ്യമം വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് വേദലക്ഷ്മിക്കെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ റോബിൻ രാധാകൃഷ്ണൻ ഒരു പരാതിയും നൽകിയിരുന്നു. ഇപ്പോൾ റോബിനെതിരെ വീണ്ടും പ്രതികരിച്ച് വേദലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ്. ജോലി കഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് വന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയാമെന്നും ചെറിയൊരു ഓരപ്പടക്കം കണ്ടപ്പോഴാണോ ഇത്രയും കാട്ടിക്കൂട്ടുന്നതെന്നും വേദലക്ഷ്മി പുതിയ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. എന്റെ ഞായറാഴ്ച തുടങ്ങിയത് റോബിൻ രാധാകൃഷ്ണന്റെ കേസും അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും വെച്ചാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തണമെന്നൊക്കെയാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. എനിക്ക് റോബിനോട് പറയാനുള്ളത്, തിങ്കളാഴ്ച എനിക്ക് ജോലിയുണ്ട്. വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ നിന്നെ പോലെ വെറുതെ ഇരിക്കുകയല്ല. രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലിയുണ്ട്. ധരിപ്പിക്കാൻ ഉള്ളവരോടൊക്കെ ഇത് ധരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ജോലി കഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് വന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. ചെറിയൊരു ഓരപ്പടക്കം കണ്ടപ്പോഴാണ് ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുമുള്ള തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ എന്താകും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യ്. നിന്റെ വളച്ചൊടിക്കുന്ന സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വെല്ലുവിളിക്കുകയാണെന്ന് തന്നെ വെച്ചോ. നീ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങും. ഇത് വെറുതെ പറയുന്നതല്ല. കുറെ നാള് കാത്തിരുന്നു. നിന്നോട് സഹതാപം തോന്നുന്നൊരു കാര്യം, നീ ഒരു സൈബർ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് നേരെ തന്നെ ഇപ്പോൾ വിനയായി വന്നിരിക്കുകയാണ്. പണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയുണ്ടായിരുന്നു. അതൊക്കെ പണ്ടായിരുന്നു. ഇത് 2026 മുട്ടനാടുകളും ഇപ്പോൾ ആലോചിച്ചും കണ്ടുമേ എന്തെങ്കിലും ചെയ്യും. അതിനിടക്ക് നിന്ന് ഇടികൊള്ളാൻ പോകുന്നത് നീയാണ്. നീ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാത്തിരുന്ന് കാണാം. ഇനി ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്കില്ല. ഒരു കാര്യം വിട്ടുപോയി വാങ്ങിയ പൈസയ്ക്ക് തിരിച്ചു കൊടുക്കൂ റോബിൻ, എന്നിട്ട് സംസാരിക്കൂ. അതാണ് അതിന്റെ ഒരു ശരി. ഇതാണ് വേദലക്ഷ്മി ആ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം BJPക്കാർ വർഗീയവാദികളാണെന്ന് റോബിൻ പറയുന്ന ഒരു വീഡിയോയും പുറത്തുവിട്ടു. എന്തുകൊണ്ട് BJP എന്ന് എന്നോട് ചോദിച്ചു. BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും, എന്തിന് ABCD പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം പറഞ്ഞു, എനിക്ക് മോദിയെ ഇഷ്ടമാണ് സാറെന്ന്. BJP വർഗീയവാദികളാണ്. സത്യം പറയാമല്ലോ, ഭയങ്കരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയാറുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു വെച്ച് ആരെങ്കിലും എന്നോട് അതേക്കുറിച്ച് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനായി ഞാൻ സംസാരിക്കും. അവിടെയാണ് എൻ്റെ ഹൈലൈറ്റ്. ഞാൻ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും. അതേസമയം ഒരു പക്ക ബിസിനസ്മാൻ കൂടി ആയിരിക്കും. കഴിഞ്ഞ ദിവസം വരെ MLA ആയി കൈപൊക്കുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മന്ത്രിയായിട്ട് പച്ച BMW കാറിൽ പോകുന്നതാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ കാറിൽ പോവുക. ആരുണ്ട് അതുപോലെ ഒരു രാഷ്ട്രീയക്കാരൻ? ജനങ്ങൾക്കും നാടിനും വേണ്ടി ചെയ്യും, ഒപ്പം എനിക്ക് വേണ്ടിയും ഞാൻ ചെയ്യും. അപ്പോൾ ആർക്കും ഒരു പരാതിയും ഉണ്ടാവില്ല. ഇതാണ് ആ ഓഡിയോ സന്ദേശത്തിൽ റോബിൻ പറയുന്നത്. ഈ റോബിൻ രാധാകൃഷ്ണന് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞവർക്ക് തെറ്റിപ്പോയി. BJPയെ വെറുത്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയാകാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അയാൾ ബുദ്ധിമാനാണ്. ഇത്രയും നാൾ BJPക്കും സംഘപരിവാറിനും വേണ്ടി കഷ്ടപ്പെട്ട് പോലീസിന്റെയും എതിർകക്ഷികളുടെയും തല്ലുകൊണ്ട് നടന്നവരൊക്കെ മാറ്റി നിർത്തി ബിഗ് ബോസിൽ കിടന്ന് അലറി എന്നൊരു സ്റ്റാറ്റസ് മാത്രമുള്ള ഇദ്ദേഹത്തിന് അസംബ്ലി സീറ്റ് കിട്ടും. അത് അദ്ദേഹത്തിന്റെ കഴിവാണോ അതോ BJP എന്ന പാർട്ടിയുടെ കഴിവില്ലായ്മ ആണോ എന്ന് മാത്രമാണ് ഇനി സംശയമുള്ളത്.